നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തി അവളെ സപ്പോർട്ട് ചെയ്യുന്നതാ എനിക്ക് ഒട്ടും സഹിക്കാത്തത്. പക്ഷേ വസു, നിധിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവള് മാത്രമല്ല. നിന്റെ മകൻ ഗൗതമന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവളെയാണ്. അങ്ങനെ ഗൗതമിനെ മാറ്റിയെടുത്തത് ഏട്ടത്തിയാ. അതാ എന്റെ ഏറ്റവും വലിയ കലി. നീ കലിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നരനും നാരിയും ചേരുന്നത് പ്രകൃതി നിയമോ. അതിന് ഞാനൊരു നിമിത്തമായെങ്കിൽ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. നിധി തിരിച്ചെത്തി ഒരു കുടുംബജീവിതം തുടങ്ങാൻ കാത്തിരിക്കുകയാണ് ഗൗതം. അവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. നിധി കഴിഞ്ഞാൽ ഗൗതമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നീ തന്നെയാ. അതിനൊരു മാറ്റവുമില്ല. അങ്ങനെ രണ്ടാം ഊഴക്കാരിയാവാൻ എനിക്ക് മനസ്സിലെങ്കിലോ? എങ്കിൽ നീ നിന്റെ വഴി തന്നെ തുടർന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് 30 വർഷത്തെ അധികാരത്തിന്റെ കണക്ക് പറഞ്ഞു. നമ്മളെല്ലാം മൂടി വെച്ചിരിക്കുന്ന ആ രഹസ്യം നിധി തന്നെ കണ്ടെത്തിക്കോളും. അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ കണക്ക് പറച്ചില്ലേ അവൾക്ക് നല്ല സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പലതവണ അവൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അവളെ മറയ്ക്കാൻ ഞാൻ എന്തു പെടാപ്പാട് പെട്ടുവെന്നറിയോ? ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് മുന്നിട്ടിറങ്ങിയാൽ അത് സാധിക്കാൻ ബുദ്ധിയും കഴിവുള്ള പെൺകുട്ടിയാ നിധി. 30 വർഷം മുമ്പ് ഈ കുടുംബത്തിൽ എന്താണ് നടന്നതെന്ന് അവൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അറിയുക തന്നെ ചെയ്യും. പിന്നെ ആ രഹസ്യം ഗൗതമിലേക്കെത്തും. സർവനാശമായിരിക്കും അതിന്റെ ഫലം. ഏട്ടൻ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ നാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ഗൗതമിനെ നിധിയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാമെന്ന മറുപടിയാ. പക്ഷേ അത് നീ പറഞ്ഞില്ല. ഏട്ടത്തി ചെല്ല്, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പാർവതി, വസു വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളൂ. നമ്മളെ ഉപദേശമൊന്നും അവൾക്ക് ആവശ്യമില്ല. നിധി ഒന്നും അറിയില്ല. ഇനി ഈശ്വരമംഗലത്ത് അവള് കാലുകുത്തില്ല. പിന്നല്ലേ അവളുടെ രഹസ്യാന്വേഷണം. അവളുടെ കഥ കഴിഞ്ഞു. നിധിയെ ഒരു ജന്മം തേപ്പിച്ചതിന്റെ അഹങ്കാരം മുഴുവൻ ഈ ഒരൊറ്റ തേപ്പില് തീർന്നു. ഇന്നത്തോടെ അവളുടെ ശല്യം തീരുള്ളൂ എന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. ഓ എന്റെ അമ്മോ. എന്താ ശിവാനി, എന്തുപറ്റി? ഇത് മുഴുവൻ തേച്ച് തേച്ചെന്റെ നടുവും ഷോൾഡറും ഒക്കെ പോയി. താമാറ്, ബാക്കി ഞാൻ ചെയ്തോളാം. താങ്ക്സ് പ്രണവ്. ഓ, ഗൗതവും നിധിയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടതൊക്കെ വസന്തരാൻഡി ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും പൊട്ട ഭാഗ്യത്തിന് നിധി രക്ഷപ്പെട്ടാലോ? അങ്ങനെ സംഭവിച്ചാ എനിക്കിവനേ ഉള്ളു ശരണം. ഇവനെ കുറച്ചുകൂടി ക്ലോസ് ആക്കി വെക്കണം. അയ്യോ, എന്തൊരു ഷോൾഡർ വേദനയാ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ പ്രണവ്. ശീലമില്ലാതെ അയൺ ചെയ്തോണ്ടാവും. താ ഒരു കാര്യം ചെയ്യ്, റെസ്റ്റ് എടുക്ക്. എന്റെ കയ്യിൽ ഓയിന്റ്മെന്റ് ഉണ്ട്. പക്ഷേ എന്റെ ഷോൾഡറിൽ ഇതൊന്ന് പുരട്ടി തരൂ പ്ലീസ്. എന്തിനാ മടിച്ചു നിൽക്കുന്നെ? ഇത് വാങ്ങിച്ചോ. പ്രണവിന്റെ ഒരു ടച്ചിന് പോലും പെയിൻ മാറാനുള്ള മാജിക് ഉണ്ട്. എന്റെ ഷോൾഡറിലൊന്ന് അപ്ലൈ ചെയ്യോ? അമ്മേ, ഓ മൈ ഗോഡ്. അയ്യോ, എന്താ പ്രശ്നം? നീ വന്നത് എന്തായാലും നന്നായി. ശിവാനിക്ക് ഭയങ്കര ഷോൾഡർ പെയിൻ. ഒന്ന് തിരുമിക്കാൻ ആരെ കിട്ടുമെന്ന് ഓർത്ത് നിൽക്കുമായിരുന്നു. ഓ അതിനെന്താ, ചേച്ചിയുടെ വേദന ഞാൻ മാറ്റിക്കോളാം. ഇവിടെ
അവിടെയാണോ വേദന? അമ്മേ, നല്ല പ്രശ്നമുണ്ട്. നീ ഈ ഓയിൻമെന്റ് ഇട്ട് കൊടുക്ക്. ചെല്ല്. ആ ചേച്ചി, നമുക്ക് ചേച്ചിയുടെ റൂമിലോട്ട് പോവാം. മോളെ സൂക്ഷിച്ചൊക്കെ തിരുമണം. ഞാൻ ശരിയാക്കി തരാം. ചേച്ചി നടക്ക്. ദേവി, നല്ലത് വരുത്തണേ. ഇനി നിധിയുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കാവൂ. ഗൗതം മോനും നിധിയും സന്തോഷത്തോടെ ജീവിക്കണം. ദേവി, ഇതൊരു പുതിയ തുടക്കമാണ്. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക്, അല്ല, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ ഭർത്താവിൽ നിന്നും ആരെ അകറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നറിയാലോ. വസുന്ധരാൻ്റെ അടക്കം എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോവാൻ എന്നെ അനുഗ്രഹിക്കണം. ചെല്ല്. വഴിപാടിന്റെ പ്രസാദം കിട്ടാൻ താമസിക്കും. പുറത്ത് പ്രദക്ഷിണം വെച്ചാലോ? വയ്ക്കാം. ആ ചന്ദ്രിക സുഖമാണോ? അതെ, ദേവിയുടെ കൃപ കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ? ആ, ഇത് നിധിയല്ലേ? അതെ ആന്റി. നിങ്ങൾ US ന്ന് എപ്പോ വന്നു? മോന്റെ കുട്ടികളെ സ്കൂളിൽ വിടാറായപ്പോൾ ഞങ്ങൾ ഇങ്ങ് പോന്നു. അല്ലേലും പേരക്കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയും അധികപ്പറ്റ. നീ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ പ്രസാദം വാങ്ങിച്ചു നിൽക്കാം. ശരി അമ്മ. ശരി. നിധി ഭാഗ്യം ചെയ്തവളാ. ദേവി തന്നെ അവളുടെ കല്യാണം നടത്തിയ കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു.